കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിൽ സുവേന്ദു അധികാരി നടത്തിയ ഒരു പ്രസ്താവന, ആ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ അത് സംഭവിക്കുകയും ചെയ്തു. സുവേന്ദു അധികാരി പറഞ്ഞത് 24 മണിക്കൂറിനകം TMC പാടെ തീരുമെന്നാണ്. അതിന് തൊട്ടു പിന്നാലെ എത്തിയത് അനവധി ബുൾഡോസറുകൾ. അതിൽ പ്രധാനം കൽക്കത്തയിലെ ന്യൂ മാർക്കറ്റിലുള്ള TMCയുടെ ഒരു പടുകൂറ്റൻ ഓഫീസ് എന്ന് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ബംഗാളിലുള്ള എല്ലാ ഓഫീസുകളിലും ചേർന്ന് ചില കടമുറികൾ തന്നെ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം അനധികൃതമായ സ്ഥലം കൈയേറി പണിതതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കടകളൊക്കെ സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും ബംഗാൾ ദേശിൽ നിന്നും മറ്റും കുടിയേറിയവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കുകയാണ് സാധാരണ മമത ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ഈ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് ഈ TMCയുടെ കൊൽക്കത്ത എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയാണ്. അവിടെ തന്നെയുള്ള ന്യൂ മാർക്കറ്റിലുള്ള ഒരു TMC ഓഫീസാണ് തകർത്തത്. ഇതോടുകൂടി സംസ്ഥാനത്ത് 300-400 ഓഫീസുകൾ തകർത്തതായിട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി പറയുന്നുണ്ട്. തൃണമൂൽ തന്നെയാണ് ഈ വീഡിയോകളൊക്കെ ഇട്ട് വലിയ രീതിയിൽ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് BJP-ക്കാരും ഈ വീഡിയോ ഷെയർ ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാറില്ല. ഇതെല്ലാം TMC തന്നെയാണ് ചെയ്യുന്നത്. കാരണം നേരത്തെ തന്നെ സുവേന്ദു അധികാരി പറഞ്ഞിരുന്നു, കയ്യേറി സ്ഥാപിച്ചതെല്ലാം പൊളിച്ചു കളയുമെന്ന്. ബംഗ്ലാദേശികളടക്കം റോഡിന്റെ ഇരുവശങ്ങളിലും കയ്യേറി വീടുകൾ സ്ഥാപിക്കുകയും ഒപ്പം തന്നെ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. അതാണ് ഈ ഇറച്ചിക്കടകളൊക്കെ പൊളിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അനധികൃതമായി റോഹിംഗ്യ മുസ്ലിങ്ങളടക്കം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങളടക്കം റോഡിന്റെ ഇരുവശവും മാംസ കച്ചവടങ്ങൾ നടത്തിയിരുന്നു. ഇത് പൊളിക്കുമെന്ന് BJP നേരത്തെ പറഞ്ഞു. ഇത് പറഞ്ഞതിന് പിന്നാലെയാണ് മമത BJP കയറിയാൽ മത്സ്യവും മാംസവും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രചാരണം അഴിച്ചുവിട്ടു. അങ്ങനെ ആയിരുന്നില്ല കാര്യം. ഈ ബംഗ്ലാദേശികൾ കുടിയേറിയിട്ട് ഈ റോഡിന്റെ ഇരുവശവും കടകൾ സ്ഥാപിച്ചിരുന്നു. ആ കടകളൊക്കെയാണ് ഇപ്പോൾ പൊളിച്ചു നിൽക്കുന്നത്. ഏതായാലും വളരെ അതിവേഗം പൊളിച്ചു നിൽക്കുന്നു. ഇതിനിടയിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്നു. ഏതായാലും 15 വർഷക്കാലം ഇവർക്ക് ഒന്നുകൂട്ടി ഇവരുടെ പിൻതലമുറ ഇപ്പോഴും ബംഗാളിൽ ഉണ്ട് എന്നുള്ള കാര്യം തൃണമൂൽ മറക്കരുത്. ഒട്ടും സഹതാപം അർഹിക്കുന്നില്ല മമതയും തൃണമൂലും ഒന്നും. കാരണം അതിനു മാത്രം ക്രൂരതയാണ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഭവാനിപ്പൂരിൽ CPM ആണ് BJP-യെ ജയിപ്പിച്ചെന്ന് സുവേന്ദു അധികാരി പച്ചയ്ക്ക് പറയേണ്ട ഒരു സാഹചര്യം അവിടെ വന്നത്. ഒപ്പം തന്നെ നന്ദിഗ്രാമിൽ ജയിപ്പിച്ചത് ഹിന്ദുക്കളാണ്, അവർക്ക് വേണ്ടി മാത്രമേ താൻ പ്രവർത്തിക്കൂ, ഈ മണ്ഡലത്തിലെ വേറൊരാൾക്കും ഞാൻ പ്രവർത്തിക്കില്ല എന്ന് അധികാരത്തോടെ പറയേണ്ടി വന്നതും നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. കിട്ടുന്നതൊക്കെയും ലാഭമെന്ന് കരുതി വാങ്ങിച്ചു കൂട്ടുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.